ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, എങ്കിലും നമ്മുടെ ലെവലുകളൊക്കെ വളരെ കറക്റ്റായിരുന്നു. ലെവലുകൾ റെസ്പെക്റ്റ് ചെയ്തെങ്കിലും നമുക്ക് എന്താ പറയുന്നത്, ഒരു മെച്ചം വലുതായിട്ടുണ്ടായില്ല. അത്യാവശ്യം ചെറിയ മെച്ചം ഉണ്ടായതുള്ളൂ, അല്ലാതെ നമ്മൾ വിചാരിച്ച പോലെ സംഗതികളൊന്നും പോയില്ല. എന്നാൽ തന്നെ നഷ്ടം ഉണ്ടായിട്ടില്ല, ഇല്ലേ? ചെറിയൊരു ലാഭത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റി, നഷ്ടം നമുക്കുണ്ടായിട്ടില്ല. അത് തന്നെ ആശ്വാസം. നഷ്ടം വരുത്താതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ വരച്ചിട്ട ലെവലുകളൊക്കെ കൃത്യമായിരുന്നു, അല്ലേ? നമ്മൾ വരച്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 13,228 ഒരു ഗ്യാപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, ആ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് പോയിൻ്റാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം കൃത്യമായിട്ട് മാർക്കറ്റ് നേരെ താഴോട്ട് വന്ന് നമ്മൾ വരച്ച 13,188, അതായത് ഇന്നലത്തെ ഹൈ വന്ന് സപ്പോർട്ട് മാർക്കറ്റ് എടുത്തു. കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് അവിടുന്ന് തിരിച്ചൊരു അപ് ട്രെൻഡ് മൂവ് കാണിച്ചു. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടാൽ മനസ്സിലാവും. ഒരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഫോമായി, ഒരു നല്ല ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു മാർക്കറ്റ് ഇവിടുന്ന് മുതലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് തന്നെ റിജക്ഷൻ ഉണ്ടായപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ഇത് റിജക്ഷൻ, സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ, തേർഡ് ക്യാൻഡിൽ റിജക്ഷൻ, ഈ 3 റിജക്ഷൻ ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു കോൾ എടുത്തായിരുന്നു, അല്ലേ? കോൾ എടുത്തു. നമുക്ക് ഇവിടുന്ന് ഒരു 10 മാർക്കറ്റ് മേലോട്ട് പോകുന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ എടുത്തത്. പക്ഷേങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ വീണ്ടും സെക്കൻഡ് ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ വേണം, അല്ലേ? ഒരു ഇൻഡിസിസീവ്നെസ്സാണ്. അപ്പം മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നൊരു കൺഫ്യൂഷനായിരുന്നു. എങ്കിൽ തന്നെ നമ്മൾ ഇവിടുന്ന് എടുത്ത ട്രേഡ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഹൈ പോയപ്പോൾ ഒരു 10 പോയിൻറ്റ് 12 പോയിൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റ് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. അതിനുശേഷം മാർക്കറ്റ് പിന്നെ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് താഴോട്ട്. എന്നാൽ നമുക്കിവിടെ ഒരു PE കോൾ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. കാരണം ഇന്ന് എക്സ്പയറി ദിവസം ആയതുകൊണ്ട് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രീമിയം പെട്ടെന്ന് മെൽറ്റ് ആയിപ്പോയി. ഇപ്പോൾ നമ്മൾ സപ്പോസ് ഇവിടുന്ന് ഒരു PE എടുത്തെന്ന് വിചാരിച്ചു, ഇവിടുന്ന് ഒരു C എടുത്തു, കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് പിന്നെ അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്കിങ് നോക്കി നമ്മൾ ഇവിടുന്ന് ഒരു C എടുത്തെന്ന് വിചാരിച്ചു. C എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് താഴോട്ട് പോയിട്ട് വീണ്ടും അതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ചു കയറി. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ എടുത്ത പ്രീമിയം അതുപോലെ തന്നെ തിരിച്ചിവിടെ വന്നു. ഇപ്പോൾ നമ്മളിവിടെ 10 രൂപയ്ക്കാണ് എടുത്തെങ്കിൽ, 10 രൂപയ്ക്ക് ഒരു PE എടുത്തെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു 15 രൂപയായെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 15 രൂപയ്ക്ക് കാണും. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് പഴയ പോലെ ഇവിടെ തന്നെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? നമ്മുടെ പ്രീമിയം 8 രൂപയാവും. മനസ്സിലായോ? പിന്നെ ഇതുപോലെ തന്നെ താഴോട്ട് വന്നു. അപ്പോൾ നമ്മുടെ പ്രീമിയം ഇവിടുന്ന് ഒരു 12 രൂപയാണെന്ന് വിചാരിച്ചു. പിന്നെ നേരെ മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ 7 രൂപയാവും. അങ്ങനെ നമുക്ക് ഒരു മെച്ചവും എങ്ങോട്ടൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, C എടുത്താലും PE എടുത്തു കഴിഞ്ഞാലും നമുക്ക് യാതൊരു തരത്തിലും ഒരു മെച്ചവും ഉണ്ടാകുന്നൊരു മാർക്കറ്റ് അല്ലായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, ഇന്ന് US മാർക്കറ്റ് അവധിയാണ്. പിന്നെ ഗ്ലോബലി വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ന്യൂസ്, അതായത് ഇന്ത്യൻ ലോക്കൽ ന്യൂസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ നെഗറ്റീവ് ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഇതിനൊരു കൺഫർമേഷൻ ഇല്ല. കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റും കൺഫ്യൂസ്ഡാണ്. മാർക്കറ്റിന് എങ്ങോട്ട് പോകണം എന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. എന്നാൽ തന്നെ മാർക്കറ്റ് പൊട്ടാൻ ഉള്ള സാധ്യതയും പൊട്ടി വീഴാനുള്ള ഒരു ടെൻഡൻസിയും കാണിക്കുന്നില്ല. എന്നാൽ മാർക്കറ്റ് മേലോട്ട് പോകുന്ന ടെൻഡൻസിയും കാണിക്കുന്നില്ല. അത് മാത്രമല്ല, വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1993 ശേഷം നിഫ്റ്റി 13ാമത്തെ ദിവസമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്യുന്നത്. അതൊരു മഹാസംഭവമാണ്. എല്ലാവരും 12,500 വരെ പോയി നിഫ്റ്റി പൊട്ടി 25,000 മാർക്കറ്റ് പൊട്ടി താഴെ വീഴും പറഞ്ഞ് നോക്കിയിരുന്നു, നടന്നില്ല. മാർക്കറ്റ് 20,000 കടഞ്ഞ് മുകളിലോട്ട് പോയി. ഇനി അടുത്ത കടമ്പ 25,500, 500 നിന്ന് പൊട്ടി താഴെ വീഴും എന്നുള്ള ഒരു 300-400 റേഞ്ചിൽ നിന്ന് പൊട്ടി താഴെ വീഴും എന്നുള്ള കൺസെപ്റ്റാണ് എല്ലാവർക്കും. പക്ഷേ മാർക്കറ്റ് പൊട്ടാനുള്ള യാതൊരുവിധ സ്വഭാവവും കാണിക്കുന്നില്ല. അപ്പം എല്ലാവരും PEക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസം കടന്ന് പോയി. ഇന്ന് 13ാമത്തെ ദിവസമാണ് മാർക്കറ്റ് മേലോട്ട് പോകുന്നത്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുക എന്നുള്ളത് നാളെ നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും നാളത്തെ ലെവലുകൾ നമുക്ക് നോക്കാം. അപ്പം അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്സുകളെല്ലാം ഒരു നല്ലപോലെ പെർഫോം ചെയ്തു. എന്നിട്ടും നമ്മുടെ ഇൻഡെക്സ് മേലോട്ട് പോയില്ല. ലാസ്റ്റ് മൊമെൻറ്റ് തന്നെ ഇന്ത്യ ഹോട്ടലായാലും പെർസിസ്റ്റോ ആയാലും കുമിൻസൊക്കെ ആയാലും നല്ലപോലെ പെർഫോം ചെയ്തു. പക്ഷേങ്കിൽ വിചാരിച്ച പോലെ മാർക്കറ്റ് ഇൻഡെക്സ് മുകളിലോട്ട് പോയില്ല. ഇന്ന് എക്സ്പയറി ചെയ്യാണ്ടായിരിക്കും, ഓപ്പറേറ്റർ പിള്ളയൊക്കെ വെച്ചുകൊണ്ടായിരിക്കും അതങ്ങനെ സംഭവിച്ചത്. എന്തായാലും ഇനി നാളെ നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. നാളത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റവും ഇല്ല. ഈ വരച്ചിട്ടേക്കുന്ന ലെവലുകൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ ലെവൽ ഇങ്ങനെ തന്നെ ഇരിക്കും. ഈ ലെവലിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ഇതിങ്ങനെ തന്നെ. കാരണം മാർക്കറ്റ് എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ വന്ന് അവസാനിച്ചിട്ടുണ്ട്, അല്ലേ?
ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഇവിടെ ആയിരുന്നു ഇല്ലേ? ഇന്നലെ ഇവിടെ ക്ലോസ് ചെയ്തു, അവിടെ തന്നെ മാർക്കറ്റ് വന്ന് അവസാനിച്ചു. അപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ച് വലിയ സംഭവവാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ലെവലുകളെല്ലാം ഇതേ ലെവലുകൾ തന്നെയാണ്. ഈ ലെവലുകൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. ഇത് വെച്ച് തന്നെ നമുക്ക് നാളെയും ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഓക്കെ, ഇതാണ് നാളത്തെ ട്രേഡുകൾ. ഇത് ഇന്നത്തെ ഹൈ ആണ്, ഫസ്റ്റ് ക്യാൻഡിലെ ഹൈ ആണ്. ഇതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതാക്കാം. ഈ ഗ്രീൻ ഇത്രയും പോകണ്ട, ഇവിടം വരെ ആക്കാം. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് നമ്മൾ 13,260 അപ്പോൾ നാളെ ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ അറിയില്ല, നാളെ ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിനകത്താണ് ഈ ഗ്രീൻ ക്യാൻഡിൻ്റെ ആരോഗ്യത്തിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മേലോട്ട് ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നേരെ തിരിച്ച് പോകും. അല്ല ഇത് ബ്രേക്ക് ചെയ്തായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ പോകും നോക്കുക, ഇവിടുന്ന് തിരിച്ച് കയറും നോക്കുക. അപ്പോൾ അതിനാണ് ലൈവ് മാർക്കറ്റ് നമുക്ക് അങ്ങനെ ട്രേഡ് എടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.